ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. മഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പാണ്. എല്ലാ ദിവസവും ഓരോന്നുണ്ടാക്കണമല്ലോ രാവിലെ. അന്നേരം ദോശ, ഇഡലി, അപ്പം, പുട്ട് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ഇന്നിപ്പം അപ്പമാണ്. ഇന്ന് അപ്പവും മുട്ടക്കറി ആക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന് കരുതി മൈക്കൊക്കെ കുത്തി സംസാരിച്ചതാണ്. പക്ഷേ വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അതാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നതായിട്ട് അതിൽ കാണുന്നത് കേട്ടോ. അത് എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും അതിനകത്ത് ഇത്ര ക്ലിയറായിട്ട് വരുന്നില്ല വീഡിയോയ്ക്കകത്ത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ അല്ലാതെ തന്നെ സൗണ്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് താമസിച്ചു. അന്നേരത്തിന് 8:30 ഇവിടെ കാപ്പി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉള്ളി, തക്കാളിപ്പഴവും പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പെട്ടെന്ന് വഴറ്റി ഇത് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഇതാണ്. മുട്ടക്കറി ഓരോരുത്തർ കുക്കറിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുക്കറിലൊന്നും അങ്ങനെ ഉണ്ടാക്കി അറിയത്തില്ല. ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ളിയും തക്കാളിപ്പഴവും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി വന്ന് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, പിന്നെ നമ്മുടെ അല്പം കറി മസാലയുടെ പൊടിയൊക്കെ ഇവിടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നതാണ് മുട്ടക്കറി. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പത്തിന് കടല, ഗ്രീൻ പീസ് കറി, പിന്നെ ചമ്മന്തിപ്പൊടി. എനിക്ക് ഏറ്റവും ഇഷ്ടം ചമ്മന്തി പൊടിയാണ്. മുട്ടക്കറിയേക്കാളും ഇഷ്ടം ഇങ്ങനെ ചമ്മന്തി, കടുക് വറുത്തിട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടല്ലോ, നമ്മുടെ ദോശയുടെ ചമ്മന്തിയല്ല, മറ്റേ ആ ചമ്മന്തിയാണ് എനിക്കിഷ്ടം. അങ്ങനെ അപ്പം മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അപ്പം ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റി എടുക്കുന്ന ഉണ്ട്. ചിലർ അല്ലാതെ തന്നെ തവി വെച്ച് എടുക്കും. എനിക്ക് പക്ഷേ ഇങ്ങനെ ചുറ്റി അപ്പം ഉണ്ടാക്കുന്നതാണ് എളുപ്പം. നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പത്തിൻ്റെ മാവ് നല്ല കറക്റ്റാണെങ്കിൽ നല്ല അപ്പമായിരിക്കും. അങ്ങനെ മുട്ടക്കറി റെഡിയായി, അതുപോലെ തന്നെ അപ്പവും റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. നമ്മളൊത്തിരി താമസിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പം മുട്ടക്കറിയൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് പേർക്ക് ചായ, കുറച്ച് പേർക്ക് കാപ്പി, ഇത് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. എല്ലാ ദിവസവും കാപ്പിയും ചായ അങ്ങനെ കുടിക്കുന്ന, എനിക്ക് ഇച്ചിരി ചായ കുടിക്കുന്ന ഇഷ്ടം. പിന്നെ ഇവിടെ ചേട്ടനൊക്കെ കാപ്പിയാണ് ഇഷ്ടം. അങ്ങനെ ഇത് കാപ്പിയാണ് കേട്ടോ. എല്ലാവരും കാപ്പി കുടിക്കുകയാണ്. ആരെയും കാണിക്കുന്നില്ല, എന്നെ മാത്രമേ ഞാൻ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കർശന നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ മാത്രമേ കാണിക്കാറുള്ളൂ. പിന്നീട് അടുത്തത് ഇനി ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴാണ് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ് ചക്ക. അതുപോലെ ഈ മാങ്ങയുണ്ടല്ലോ, അതും തന്നു വിട്ടിട്ടുണ്ട്. അങ്ങനെ ചക്ക നല്ല ചക്കയാണ്. പക്ഷേ അധികം വിളഞ്ഞില്ലായിരുന്നു. ഞാൻ താഴെ നിന്ന് ഒരെണ്ണം അടത്തിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ അത് വെട്ടിപ്പറിച്ച് എല്ലാം ശരിയാക്കി. അത് ചക്കയുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതല്ല. പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. അതുകൊണ്ട് ചക്കയൊക്കെ പിന്നെ അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചതച്ചും കൂടെ ഇട്ടാൽ മതി. അങ്ങനെ ഒരാളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി തീരും കേട്ടോ. പണ്ട് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുള്ളപ്പം എനിക്കിതൊന്നും അറിയണ്ടായിരുന്നു. അവരെല്ലാം ചെയ്ത് അരിഞ്ഞ് തരുമായിരുന്നു. അന്നേരം എനിക്ക് ജോലി ചെയ്യാനും എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പോൾ എൻ്റെ കഷ്ടപ്പാടാണ് ഈ ചക്ക അരിഞ്ഞ് എടുക്കുക എന്നുള്ളത്. അത് നന്നായിട്ട് വെട്ടിപ്പറിച്ച് വൃത്തിയാക്കി എടുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇവിടെ പിള്ളേരും ഹസ്ബൻഡും ഒക്കെ സഹായിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും ചക്ക റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് കൂടുതൽ കുഴഞ്ഞു പോകുന്നത് ചേട്ടന് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ നല്ലതായിട്ട് കുഴയുന്നതും ഇഷ്ടം. അതിന് ഞാനെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അരപ്പിട്ട് ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചങ്ങ് എടുക്കും. ബാക്കി ഞാനങ്ങ് ഇളക്കി ഒരു പരുവം അങ്ങാക്കും. അങ്ങനെ എടുക്കും. പിന്നെ ഇതെന്താണെന്ന് പറയുക, ഇത് നല്ല നാട്ടുമാങ്ങ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പക്ഷേ എല്ലാം പൊഴിഞ്ഞ് മഴയും കൂടെ ആയപ്പോഴത്തേനും എല്ലാം അളിഞ്ഞ് പോവുകയാണ്. അന്നേരം അതിൽ നിന്ന് 3-4 കിട്ടി. അതെനിക്ക് എടുത്തു വെച്ചിരുന്ന അമ്മ അതുകൊണ്ടുവന്ന് ഞാൻ പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. മാങ്ങാപ്പഴം വെച്ചുള്ള പുളിശ്ശേരി ഉണ്ടല്ലോ, അതിൽ ഈ ഏറ്റവും നല്ലത് ഈ നാട്ടുമാങ്ങ പഴുത്തതാണ്. അല്ലാത്ത നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട്
കീറി അരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കും. എങ്കിലും ഏറ്റവും ടേസ്റ്റും മണവും രുചിയൊക്കെ ഈ പഴമാങ്ങ പുളിശ്ശേരിക്കാണ്. അങ്ങനെ ഇത് ഈ മാങ്ങ പഴുക്കുന്ന ഈ സീസണിൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം. നല്ല കുറുകുറാന്നുള്ള തൈര് ഒഴിച്ച് നമുക്ക് പുളിശ്ശേരിക്ക് അരയ്ക്കുന്നതൊക്കെ അരച്ച് ഉണ്ടാക്കിയാൽ മതി. ആദ്യമേ ഈ മാങ്ങ ഒന്ന് തൊലിയെടുത്ത് കളഞ്ഞിട്ട് ഒന്ന് മഞ്ഞളും ഉപ്പും പച്ചമുളകും ഇട്ടൊന്ന് വേവിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇത് അറിഞ്ഞൂടാത്ത പുതിയ തലമുറയിൽ ആരെങ്കിലും കാണുന്നെങ്കിലും എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നല്ല കുറുകുറാന്നുള്ള പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചാള മീൻ വറുക്കാൻ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചാള നല്ല ടേസ്റ്റാണ്. നല്ല പരിഞ്ഞിലൊക്കെയുള്ള നല്ല ചാളയാണ്. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചാളയും വറുത്തു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിനുള്ള വിഭവങ്ങൾ. ഈ പരിഞ്ഞിലുള്ള ചാളയിൽ നമുക്ക് എത്ര ഈ അരപ്പ് പിടിക്കത്തില്ല നമ്മളിങ്ങനെ പുരട്ടി വെച്ചാലും. പക്ഷെ വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഉച്ചക്കലത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. ചോറ്, പഴമാങ്ങ പുളിശ്ശേരി, ചക്ക വേവിച്ചത്, പിന്നെ മീൻ വറുത്തത്. മീൻ കറിയുണ്ട്, പക്ഷേ ഞാൻ മീൻ വറുത്തതേ എടുത്തുള്ളൂ. മീൻ കറി കഴിഞ്ഞ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടി വിശാലമായിട്ട് നല്ല വൃത്തിയായിട്ട് ചോറുണ്ടു. ഈ പഴമാങ്ങ പുളിശ്ശേരി കൂട്ടി ചോറുണ്ട് നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല മധുരവും അതേപോലെ പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അങ്ങനെ പഴമാങ്ങ കിട്ടുന്നവരൊക്കെ ഇങ്ങനെ പഴമാങ്ങ പുളിശ്ശേരി ഈ സീസണിൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ പഴുത്ത ഏത് മാങ്ങയായാലും അത് 2 3 കീറി അരിഞ്ഞിട്ട് ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ച് വേണമെങ്കിൽ നമുക്കിതുപോലത്തെ പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാടങ്ങ് വെള്ളം ആവരുത്. നല്ല കട്ടിക്ക് തൈരൊഴിച്ച് തേങ്ങ അരച്ച് വേണം എടുക്കാൻ. ഇതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഊണ് വിശേഷങ്ങൾ. രാവിലത്തെ കാപ്പി, ഉച്ചക്കലത്തെ ഊണുമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെയും മഴ പെയ്യുന്നുണ്ട്. മഴയത്തൊക്കെ ഇരുന്ന് നല്ല ചോറൊക്കെ ഇങ്ങനെ ഉണ്ണാൻ നല്ല ടേസ്റ്റാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാൻ. മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ.